ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ എക്സാം എഴുതാൻ പോകുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കൂടാതെ പെയ്ഡ് നോട്ട്സ് മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നോട്ട്സ് വാട്സപ്പിൽ ഫസ്റ്റ് ഈ സെമ്മിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിലൊരു ചോദ്യം ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, വാട്ട് ഈസ് കൾച്ചർ, അല്ലെങ്കിൽ ഡിഫൈൻ കൾച്ചർ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? സംസ്കാരം എന്ന വാക്കിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് പറയണം ആദ്യം. സംസ്കാരം എന്ന വാക്കിൻ്റെ ഉത്ഭവം ലാറ്റിൻ പദമായ കൾച്ചുറയിൽ നിന്നാണ്. കൾച്ചുറ എന്ന വാക്കിൽ നിന്നാണ്. കൃഷി ചെയ്യുക എന്നാണ്. ടു കൾട്ടിവേറ്റ് എന്നർത്ഥമുള്ള കോളർ എന്ന് മലയാളത്തിൽ നമുക്ക് എഴുതാമെന്ന്. കോളർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ സംസ്കാരം ഒരു ജീവിത രീതിയാണ്. അതായത് മനുഷ്യന് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെ അംഗങ്ങൾക്ക് പൊതുവായിട്ടുള്ള വിശ്വാസങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, മൂല്യങ്ങൾ, ആശയവിനിമയം, അവരുടെ എല്ലാ സമ്പ്രദായങ്ങളും, അതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിൻ്റെ സംസ്കാരത്തിൽ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ ഉപകരണങ്ങൾ, ഭാഷകൾ, അമൂർത്ത ചിന്താ സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെ പഠിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചുള്ള ഒന്നാണ് എന്ത്? സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ സംസ്കാരത്തെ സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ആളുകളുടെ ചിന്തകളും പ്രവൃത്തികളും അത് നമ്മൾ പറയാറില്ലേ, അത് അവൻ്റെ സംസ്കാരം എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ചില ചിന്തകളും രീതികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നമുക്കതിൽ കൊടുക്കാം. ഇനി ഡെഫിനിഷൻസ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് നരവംശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ബി ടൈലറിൻ്റെ ഒരു നിർവചനമുണ്ട്. അദ്ദേഹം പറയുന്നത്, സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള എല്ലാ ഗുണങ്ങളുടെയും കഴിവുകളുടെയും ആകെത്തുകയാണ് സംസ്കാരം എന്നാണ്. ബ്രോണിസ്ലോ മാലിനോസ്കിയുടെ അഭിപ്രായത്തിൽ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഉതകുന്ന ജീവിത രീതിയെയാണ് സംസ്കാരം. മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമോ അതിനുതകുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? അവൻ്റെ സംസ്കാരമാണ് എന്നാണ്. ഇനി റോബർട്ട് ബിയർസ്റ്റഡ് പറയുന്നുണ്ട് ഒരു നിർവചനം. അദ്ദേഹം പറയുന്നത്, സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൗതിക വസ്തുക്കൾ, ചിന്ത, പ്രവൃത്തികൾ എന്നിവയുടെ ആകെത്തുകയാണ് സംസ്കാരം എന്നാണ്. ഇത്രയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻസ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. സംസ്കാരത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ നമുക്ക് പോയിൻ്റായിട്ട് തന്നെ പറയാം. എന്ത്? കൾച്ചർ ഈസ് ലേൺഡ്, പഠിച്ചെടുക്കുന്നതാണ് സംസ്കാരം. അതായത് സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെ ഒരാൾ പഠിച്ചെടുക്കുന്നതാണ് എന്ത്? സംസ്കാരം. രണ്ടാമത്തെ അതിൻ്റെ സ്വഭാവ സവിശേഷതയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് സംസ്കാരം, അല്ലെ? വിനിമയ പ്രക്രിയയിലൂടെ സംസ്കാരം വ്യാപിക്കുന്നില്ലേ. അപ്പോൾ അത് മൂന്നാമത് പറയുന്നത് സംസ്കാരം സാമൂഹികമാണ്. അതായത് സാമൂഹിക ജീവിതം, സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് വേണ്ടുള്ളൂ? സംസ്കാരത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലേ? അപ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഉൽപ്പന്നമാണ് സംസ്കാരം. അത് വ്യക്തിപരമായ ഒന്നല്ല. നാലാമത്തെ അതിൻ്റെ സവിശേഷതയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് സംസ്കാരം. അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യാപനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നതാണ് എന്ത്? സംസ്കാരം. അഞ്ചാമത്തത് സംസ്കാരം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും. എല്ലാ സാംസ്കാരിക ഘടകങ്ങളും ഏതെങ്കിലും ഒരു സാമൂഹിക ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, ആ ധർമ്മത്തിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ആറാമത് പറയുന്നത് സംസ്കാരം ആദർശവാദപരമാണ് എന്നാണ്. അതായത് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ആശയ സംഹിതകളുണ്ട് സംസ്കാരത്തിന്, അപ്പോൾ ആദർശവാദപരമാണ്. ഏഴാമത്തത് സംസ്കാര സഞ്ചിതമാണ് എന്നാണ്. അതായത് നൂറ്റാണ്ടുകളായിട്ട് സമാഹരിച്ച സാമൂഹിക പൈതൃകങ്ങളുടെ ഒരു ശേഖരം ആണെന്ത്? സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, നൂറ്റാണ്ടുകളായിട്ട് രൂപപ്പെട്ടു വന്നതാണ് എന്ത്? സംസ്കാരം. അതാണ് സഞ്ചിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എട്ടാമത്തെ പോയിന്റ്, സംസ്കാരം സംഘടിതമാണ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ക്രമത്തിൽ സംഘടിക്കപ്പെട്ടതാണ്, രൂപപ്പെടുത്തിയെടുത്തതാണ് എന്ത്? സംസ്കാരം. അപ്പോൾ സംസ്കാരം എന്താണ്? സംഘടിതമാണ്. ഒൻപതാമത്തത്, ആശയവിനിമയത്തിനായി നാം ഉപയോഗിക്കുന്ന വാക്കുകൾ, ആംഗ്യങ്ങൾ, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ശബ്ദങ്ങൾ, ചിത്രങ്ങൾ എന്നിവയെല്ലാം എന്താണ്? സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. അതപ്പോൾ നമുക്ക് പറയാം തന്നെ ലാംഗ്വേജ് ഇൻ ദ വെഹിക്കിൾ ഓഫ് കൾച്ചർ എന്നാണ് കേട്ടോ. സംസ്കാരത്തെ വ്യാപിക്കുന്നതിനുള്ളൊരു വെഹിക്കിൾ, വാഹനമാണ് എന്ത്? ഭാഷ എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ മറ്റൊന്ന്, സംസ്കാരം ചലനാത്മകമാണ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാണ്. 11ാമത്തത്, സംസ്കാരം ആശയപരമാണ്. ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരം പ്രത്യേക ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണല്ലോ. അപ്പോൾ ആശയപരമാണ് സംസ്കാരം.
ലാസ്റ്റത് കൾച്ചറൽ ട്രെയ്റ്റാണ്. സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് കൾച്ചറൽ ട്രെയ്റ്റ് എന്ന 2 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് കൾച്ചറൽ ട്രെയ്റ്റ് എന്നാണ്. സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് കൾച്ചറൽ ട്രെയ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിത്യേന നാം മറ്റുള്ളവരിൽ നിന്നോ മറ്റ് സമൂഹങ്ങളിൽ നിന്നോ നേടിയെടുക്കുന്ന ചില സാംസ്കാരിക ഘടകങ്ങളാണ് കൾച്ചറൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് വരുന്ന പ്രധാനപ്പെട്ടതാണ് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ. ഡിസ്കസ് ദ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തത് സിമ്പിൾസാണ്, ചിഹ്നങ്ങളാണ്. ഓരോ സംസ്കാരത്തിന് അതിൻ്റേതായ ചില അടയാളങ്ങളുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ചിഹ്നങ്ങളും ഓരോ പ്രതികരണങ്ങളെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീകങ്ങളെയാണ് അതുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ചിലത് വാക്കുകളില്ലാതെ അഭിനയം മാത്രമായിരിക്കും, എന്നാൽ മറ്റ് ചിലവ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുള്ളതായിരിക്കും. ഉദാഹരണത്തിന് ഹാൻഡ് ഷേക്ക് കൊടുക്കില്ലേ നമ്മൾ, അതെന്താണ്? അതൊരു പാശ്ചാത്യ ബഹുമാന സൂചകമായി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇന്ത്യയിൽ മുതിർന്ന ആളുകളെ നമ്മളെന്താ കാൽ തൊട്ട് വന്ദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതിലെന്തില്ല? വാക്കുകളില്ല, ആക്ഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ചൊരു സംസ്കാരം നമ്മൾ മറ്റൊരാളെ കാണിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മൾ പ്രയോഗിക്കുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൗതിക വസ്തുക്കളായിട്ട് ചെയ്യുന്നതാണെങ്കിലോ അത് നമ്മൾ ഇന്ത്യൻ പതാക. ഇപ്പോൾ ഒരു പതാക നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ അത് പൊതുവേ ഒരു 3 നിറമുള്ളൊരു വെറും ഒരു ഒരു തുണിയല്ല. പകരം എന്താണ്? നമ്മളതിനെ അഭിമാനത്തോടുകൂടി കാണുന്ന ജനാധിപത്യത്തിൻ്റെയും അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു അടയാളമാണ് നമ്മുടെ പതാക, അല്ലേ? അപ്പോൾ അത് ചില ചിഹ്നങ്ങളാണ്, നമ്മൾ ചില ഭൗതിക വസ്തുക്കളുടെ അടയാളങ്ങളാണ് സംസ്കാരത്തിൻ്റെ ഭാഗമായ. അപ്പോൾ സിമ്പിൾസ്, ചിഹ്നങ്ങൾ അധികാരത്തിൻ്റെ ഒരു എലമെൻ്റാണ്, ഒരു ഘടകമാണ്. മറ്റൊന്ന് ലാംഗ്വേജാണ്, ഭാഷ. മനുഷ്യ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ അവരുടെ സംസ്കാരത്തിൽ നിന്നാണ് പഠിക്കുന്നത്? ഭാഷ പഠിച്ചെടുക്കുന്നത്. മൂന്നാമത്തത് നോംസാണ്, മാർഗ്ഗരേഖകൾ, മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ്റെ സാമൂഹിക പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്ന അനേകം മാർഗ്ഗരേഖകളുണ്ട്. ഓരോ സാമൂഹിക സാഹചര്യത്തിലും ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് നോംസ് അല്ലെങ്കിൽ മാർഗ്ഗരേഖ. അത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഇതിൽ നിന്നാണ്? സംസ്കാരത്തിൽ നിന്ന്. നാലാമത്തത് വാല്യൂസാണ്, മൂല്യങ്ങൾ. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പാലിക്കേണ്ട ശരിയായ വഴക്കങ്ങളെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ കാര്യം വെച്ച് ചോദിക്കാറുണ്ട്. 1999 ഫെബ്രുവരിയിൽ മൂല്യവിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി 5 അടിസ്ഥാന സാർവത്രിക മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് സത്യം, രണ്ടാമത്തത് നീതിപൂർവകമായ പെരുമാറ്റം, മൂന്നാമത്തത് സമാധാനം, നാലാമത്തത് സ്നേഹം, അഞ്ചാമത്തത് അഹിംസ. ഇതാണ് 5 അടിസ്ഥാന സാർവത്രിക മൂല്യങ്ങൾ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടത്. അതൊക്കെയാണ് സത്യം, നീതിപൂർവമായ പെരുമാറ്റം, സമാധാനം, സ്നേഹം, അഹിംസ. ഈ മൂല്യങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത 5ാമത്തെ ഘടകമാണ് പുരാവസ്തുക്കൾ, ആർട്ടിഫാക്ട്സ് എന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതെല്ലാം ഇതിലിരുന്നാണ്? ആർട്ടിഫാക്ട്സിൽ ഉൾപ്പെടുന്നതാണ്. സാങ്കേതിക രംഗത്തെ വികസനം, മൊബൈൽ, കമ്പ്യൂട്ടർ, ടാബ് മുതലായവയെല്ലാം ഈ ആർട്ടിഫാക്ട്സിൽ ഉൾപ്പെടുന്ന സംഗതികളാണ്. കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വസ്തുക്കൾ ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്ന ഘടകമാണ്, എലമെൻ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, എലമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മളോട് 2 മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് വാട്ട് ഈസ് സബ് കൾച്ചർ, എന്താണ് ഉപസംസ്കാരം? എന്താ ഉപസംസ്കാരം? ഒരു പൊതു സംസ്കാരധാരയ്ക്കുള്ളിൽ വ്യത്യസ്തത പുലർത്തുന്ന അനേകം ചെറിയ സംസ്കാരങ്ങളുണ്ടാകും. ആ ചെറിയ സംസ്കാരങ്ങളെയാണെന്ന് പറയുന്നത് ഒരു മുഖ്യധാരയിലുള്ള ഒരു സംസ്കാരത്തിന് കീഴിലുണ്ടാകുന്ന ചെറിയ സംസ്കാരങ്ങളെയാണ് ഉപസംസ്കാരങ്ങൾ എന്ന് അറിയപ്പെടും. ഇപ്പോൾ ഇന്ത്യ എടുത്താൽ ഉദാഹരണത്തിന്, ഇന്ത്യ ഒരു മെയിൻ സംസ്കാരമുള്ള രാജ്യമാണ്. ആ ഇന്ത്യക്കകത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത സംസ്കാരങ്ങളില്ലേ? അപ്പോൾ അതെന്താണ്? ഇന്ത്യയുടെ ഉപസംസ്കാരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഉപസംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്ന മറ്റൊന്നാണ് കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരിക മാറ്റം. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. വിശ്വാസ പ്രമാണങ്ങൾ, ആശയ സംഹിതകൾ, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതാണ് മൾട്ടി കൾച്ചറലിസം. എന്താണ് മൾട്ടി കൾച്ചറലിസം? വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് മൾട്ടി കൾച്ചറലിസം. വ്യത്യസ്ത മതഗ്രൂപ്പുകൾ, ഭാഷാ ഗ്രൂപ്പുകൾ, വർഗ്ഗ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രാജ്യത്തിന് സാംസ്കാരികമായ വൈവിധ്യം ഉണ്ടാവും.
വ്യത്യസ്തതകളുണ്ടാകും. അതാണ് എന്ത് മൾട്ടി കൾച്ചറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 മാർക്കിന് അത് ചോദിക്കും. പിന്നെ ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നതാണ് കൾച്ചറൽ റിലേറ്റീവിസം, സാംസ്കാരിക ആപേക്ഷികവാദം എന്താണെന്ന് ചോദിക്കും. അത് 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, പക്ഷെ കുറച്ച് എഴുതാനുള്ളൂ. കൾച്ചറൽ റിലേറ്റീവിസം കേട്ടോ. എന്താണ് നോക്കുക, ഓരോ സാംസ്കാരിക ഘടകത്തെയും വിലയിരുത്തേണ്ടത് അവയുടെ ഉപയുക്തതയ്ക്കനുസരിച്ച്, നമ്മൾ എത്രത്തോളം അതിനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കണം എന്നാണ് കൾച്ചറൽ റിലേറ്റീവിസം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിദ്ധാന്തമാണ് കൾച്ചറൽ റിലേറ്റീവ് സിദ്ധാന്തം കൊണ്ട്. എങ്ങനെയാണ് ഓരോ സാംസ്കാരിക ഘടകത്തെയും വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്, അവയുടെ ഉപയുക്തതയ്ക്കനുസരിച്ച്, അത് എത്രത്തോളം നമുക്ക് ഉപയോഗമുണ്ട് എന്നതിനനുസരിച്ച്. അപ്പോൾ സാംസ്കാരിക ഘടകങ്ങൾക്ക് ആഗോള വ്യാപകമായിട്ട് ഒരൊറ്റ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നതാണ് ഈ കൾച്ചറൽ റിലേറ്റീവിസം എന്ന സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൽ ശരിയെന്ന് കരുതപ്പെടുന്ന രീതികൾ ചിലപ്പോൾ മറ്റൊരു സമൂഹത്തിൽ എന്തായിരിക്കും, തെറ്റായിരിക്കും. ഒരു ഉദാഹരണത്തിന് പറയാം, ഇന്ത്യയിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്ന സമൂഹങ്ങളുണ്ട്. എന്നാൽ നേരെ മറിച്ച് വേറെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാലും അവിടെ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു സമൂഹത്തിന് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരു സമൂഹത്തിന് തെറ്റായിരിക്കും. അങ്ങനെ അതായത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൽ ശരിയാകുന്നത്, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൽ തെറ്റാകുന്നത്, അതാണ് ആപേക്ഷികവാദം കേട്ടോ, കൾച്ചറൽ റിലേറ്റീവിസം എന്ന്. ഇനി എത്നോസെൻട്രിസം, 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊന്നാണ് എത്നോസെൻട്രിസം. മനുഷ്യ കേന്ദ്രീകൃതം എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ മലയാളം കേട്ടോ. എന്താണ്, ഒരാൾ തൻ്റെ സമൂഹത്തിൻ്റെ സംസ്കാരമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് കരുതുന്ന അവസ്ഥയാണ് എത്നോസെൻട്രിസം. മറ്റ് സമൂഹങ്ങളിലെ സാംസ്കാരിക രീതികളെക്കാൾ മെച്ചമായതാണ് തൻ്റെ സമൂഹത്തിൻ്റെ രീതികളെന്ന കാഴ്ചപ്പാടിനെയാണ് എന്ത് പറയുക, എത്നോസെൻട്രിസം എന്ന് പറയുക. വില്യം ജി സംനറാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോക്ക്വേസ് എന്ന ഗ്രന്ഥത്തിലാണ് എത്നോസെൻട്രിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈ എത്നോസെൻട്രിസത്തിന് പൊതുവായിട്ടുള്ള ഒരു ഉദാഹരണമാണ് പാശ്ചാത്യ സംസ്കാരങ്ങൾ പൗരസ്ത്യ സംസ്കാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് എന്ത് എത്നോസെൻട്രിസം. ഇനി നമുക്കിതിൽ കൾച്ചറൽ ലാഗാണ് വരാനുള്ള സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കൾച്ചറൽ ലാഗിനെ കുറിച്ച്. എന്താണ് കൾച്ചറൽ ലാഗ് എന്നതിൻ്റെ മലയാളം, സാംസ്കാരിക ചലനമാന്ദ്യം. വളരെ പ്രധാനമാണ്, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒന്നുമാണ് എന്ത് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. വില്യം എഫ് ഓക്ബേൺ എന്ന സാമൂഹ്യശാസ്ത്രജ്ഞനാണ് സാംസ്കാരിക ചലനമാന്ദ്യം അല്ലെങ്കിൽ കൾച്ചറൽ ലാഗ് എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം 1922 പ്രസിദ്ധീകരിച്ച സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു കൾച്ചർ ആൻഡ് ഒറിജിനൽ നേച്ചർ എന്നൊരു ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ കൾച്ചറൽ ലാഗ് എന്ന പദം പ്രയോഗിച്ചത്. ഈ കൾച്ചറൽ ലാഗ് എന്ന സിദ്ധാന്തം അനുസരിച്ച് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം വികസിച്ച് മുന്നേറുമ്പോൾ മറ്റൊരു ഭാഗം അതിനൊപ്പം എത്താതെ ഇങ്ങനെ പിന്തള്ളപ്പെട്ടു പോകും. അതിനപ്പോൾ എന്താണ് ലാഗ് പറഞ്ഞാൽ ശരിക്കും വിടവ് എന്നല്ല അർത്ഥം അല്ലേ. അപ്പോൾ അങ്ങോട്ട് എത്താതെ അവിടെ പിന്നോട്ടടിക്കപ്പെടും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സംസ്കാരത്തിൻ്റെ ഭൗതിക ഘടകങ്ങൾ വികസിക്കുന്നതോടൊപ്പം എത്താൻ അതിൻ്റെ ഭൗതികേതര ഘടകങ്ങൾക്ക് കഴിയാതെ വരുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, കൾച്ചറൽ ലാഗ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മുന്നേറ്റമാണ് സംസ്കാരത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നത്. അപ്പോൾ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള മാറ്റം എങ്ങനെയാണ് സംഭവിക്കുക, വളരെ സാവധാനത്തിലല്ലേ സംഭവിക്കുക. അതും കൾച്ചറിൻ്റെ ഭാഗം തന്നെയല്ലേ. അപ്പോൾ അത് സാംസ്കാരിക ചലനമാന്ദ്യത്തിന് ഇടവരുത്തും കേട്ടോ. ഇതാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി കൾച്ചറൽ ഡിഫ്യൂഷനും കൂടി പറഞ്ഞാൽ ഇതിൽ ഏകദേശമായി സാംസ്കാരിക വ്യാപനം. ഒരു സമൂഹത്തിലെ സംസ്കാര രീതികൾ മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപനം ചെയ്യുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, വ്യാപനം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സാംസ്കാരിക വ്യാപനം ഒരു സാർവദേശീയ പ്രതിഭാസം. സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലവിൽ വന്ന കാലം മുതൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്, സാംസ്കാരിക വ്യാപനം നടക്കുന്നുണ്ട്. വ്യക്തികൾ, സമൂഹങ്ങൾ മറ്റു സംസ്കാരങ്ങളിലെ പ്രവർത്തന രീതികൾ കൈക്കൊള്ളുകയും അത് തങ്ങളുടെ സംസ്കാരങ്ങളുമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്താ പറയുക, സാംസ്കാരിക വ്യാപനം അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൾച്ചറൽ ഡിഫ്യൂഷന് ഒന്നാമത്തത് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ ലഭ്യത. രണ്ടാമത്തത് ടാബു, മേധാവിത്വ മനോഭാവം, സാംസ്കാരിക ജഡത്വം തുടങ്ങിയ സാംസ്കാരിക മാറ്റങ്ങളുടെ പ്രതിരോധങ്ങൾ. മൂന്നാമത്തത് കുടിയേറ്റം. നാലാമത്തത് വ്യാപിച്ച സംസ്കാരത്തിൻ്റെയും അതിലെ ആളുകളുടെയും അന്തസ്സ്. അഞ്ചാമത്തത് പുതിയ സംസ്കാരത്തിൻ്റെ ചില പുതിയ ഘടകങ്ങളുടെ ആവശ്യം. ആറാമത്തത് പുതിയ സംസ്കാരത്തിൻ്റെ സ്വീകർത്താക്കളുടെ പൊരുത്തപ്പെടൽ, അതിനോട് യോജിക്കാനുള്ള താല്പര്യം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഇതിന് കൾച്ചറൽ ഡിഫ്യൂഷന് ചില സ്വഭാവ സവിശേഷതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൂടി പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തത് തിരഞ്ഞെടുത്തൊരു പ്രക്രിയയാണ്.
അത് നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് 2 വഴികളിലൂടെയുള്ള പ്രക്രിയയാണ്. മൂന്നാമത്തത് ഒരു തുടർ പ്രക്രിയയാണ്. നാലാമത്തത് ദ്രുത ഭൗതിക വ്യാപനം, പെട്ടെന്നുള്ള ഭൗതിക വ്യാപനം കൾച്ചറൽ ഡിഫ്യൂഷനിലൂടെ സംഭവിക്കും. ഇതൊക്കെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ഇത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.